നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ഉപ്പുകൂറ്റൻ പാടി. കുട്ടികൾ കൈകൊട്ടി താളം പിടിച്ചു. ഉപ്പുകൂറ്റൻ നൃത്തം ചവിട്ടി. കുട്ടികൾ അയാളുടെ ചുറ്റും കൂടി ഒപ്പം നൃത്തം ചവിട്ടി. കുട്ടികൾ ക്ഷീണിച്ചു. അവർ പറഞ്ഞു, ഉപ്പുകൂറ്റാ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ഉപ്പുകൂറ്റൻ വെറുതെ ഇരുന്ന് ചിരിച്ചു. സഞ്ചിയിലേക്ക് നോക്കി. സഞ്ചിയിൽ ചെപ്പും പന്തും മാത്രമേ ഉള്ളൂ. എള്ളുണ്ട ഒരെണ്ണം പോലുമില്ല. തിന്നാനുള്ള വക യാതൊന്നുമില്ല. കുട്ടികൾ സഞ്ചി തുറന്നു നോക്കി. ചെപ്പും പന്തും പുറത്തെടുത്തു. വിശപ്പ് മാറ്റാനൊരു വഴിയുണ്ട്. ചെപ്പും പന്തും കൊണ്ടുള്ള വേല കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. കാണാൻ നല്ല രസമുള്ള വിദ്യയാണ്. വിശപ്പ് താനെ മറക്കും, ഉപ്പുകൂറ്റൻ പറഞ്ഞു. കുട്ടികൾക്ക് ഉത്സാഹമായി. അവർ ആർത്ത് വിളിച്ചു. ഉപ്പുകൂറ്റൻ വലത്തെ കൈയിൽ ചെപ്പ് പിടിച്ചു. ഇടത്തെ കൈകൊണ്ടത് തുറന്നു. പന്തെടുത്ത് ചെപ്പിനകത്തിട്ടു. ചെപ്പടിച്ചു, കുലുക്കി. ശബ്ദം കേട്ടു. കുടു 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 കുടു. ചെപ്പ് നിലത്ത് വെച്ച് ഉപ്പുകൂറ്റൻ ഒരു കുട്ടിയോട് പറഞ്ഞു, നീ ആ ചെപ്പൊന്ന് തുറന്നു നോക്ക്. അവൻ ചെപ്പ് തുറന്നു. അത്ഭുതം! പന്ത് അതിനകത്തുണ്ടായിരുന്നില്ല. പന്ത് എവിടെ പോയി? എല്ലാവരും കണ്ണുമിഴിച്ചു. അത്ഭുതപ്പെട്ടു നിന്നു. ഉപ്പുകൂറ്റൻ ആകാശത്തേക്ക് കൈവീശി. അതാ വലതു കൈയിൽ പന്ത്. അയാൾ പന്തുയർത്തി കാണിച്ചു. വീണ്ടും കൈവീശി. പന്ത് അപ്രത്യക്ഷമായി. മറ്റൊരു കുട്ടിയോട് അയാൾ പറഞ്ഞു, ഇനി ചെപ്പൊന്ന് തുറന്നു നോക്ക്. അവൻ ചെപ്പ് തുറന്നു. അതാ സുഖമായി പന്ത് ചെപ്പിനകത്തിരിക്കുന്നു. ഉപ്പുകൂറ്റന് കുട്ടിച്ചാത്തൻ സേവയുണ്ടോ? 10 വയസ്സുകാരനായ ഒരു കുട്ടി ചോദിച്ചു. ഒരു സേവയുമില്ല കുട്ടിയോളെ. ഇതിന് കൈയടക്കം എന്ന് പറയും. നീണ്ട കാലത്തെ പരിശീലനം കൊണ്ട് നിങ്ങൾക്കും ഈ വിദ്യ പഠിക്കാം, ഉപ്പുകൂറ്റൻ പറഞ്ഞു. ഞങ്ങൾക്ക് വിശക്കണോ? വീണ്ടും കുട്ടികൾ ആവലാതിപ്പെട്ടു. ഉപ്പുകൂറ്റൻ ചാക്കെടുത്തു കുടഞ്ഞു. അവശേഷിച്ചിരുന്ന ഉപ്പിൻ്റെ ശകലങ്ങൾ മണ്ണിലേക്ക് തെറിച്ചു വീണു. കുറെ കല്ല് പെറുക്കിക്കൊണ്ടുവരിൻ, ഉപ്പുകൂറ്റൻ കുട്ടികളോട് പറഞ്ഞു. കുട്ടികൾ കൊച്ചു കൊച്ചു കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്നു. എല്ലാം ചാക്കിലിട്ട് ഉപ്പുകൂറ്റൻ ചാക്കെടുത്ത് ഒന്ന് കുലുക്കി കുടഞ്ഞു. അതാ എള്ളുണ്ടകളുടെ ഒരു ശരവർഷം. തിന്നോളിൻ, മത്തിയാവോളം തിന്നോളിൻ, ഉപ്പുകൂറ്റൻ ഉത്സാഹത്തോടെ ഉച്ചരിച്ചു. കുട്ടികളുടെ വയറ് നിറഞ്ഞു. അവരേമ്പക്കമിട്ടു. ഉപ്പുകൂറ്റൻ്റെ മുഖത്ത് സംതൃപ്തിയിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരി കളിയാടി. കറുത്തൊരെള്ള് വറുത്തുവെച്ച് പറുത്തൊരെള്ളിൻ ചക്കര ചേർത്ത് കുഞ്ഞി പന്തുകളുണ്ടാക്കി. അതിനെന്ത് പേര്? അതിനെന്ത് പേര്? അതിനെന്ത് പേര്? ഉപ്പുകൂറ്റൻ ഈണത്തിൽ ചോദിച്ചു. എള്ളുണ്ട, 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 കുട്ടികൾ ആർത്ത് വിളിച്ചു. നേരം മോന്തിയായി, കുട്ടികൾ പൊക്കോളിൻ, നാളെ കാണാം. ഉപ്പുകൂറ്റൻ എഴുന്നേറ്റു. നാളെ നേരത്തെ വരണേ ഉപ്പുകൂറ്റ, കുട്ടികൾ പറഞ്ഞു. പിരിഞ്ഞു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.